என் காந்தனீவன் தன்னே சங்கையில்லகோ நிர்ணயம். என் காந்தனீவன் தன்னே சங்கையில்லகோ നിർണയം. ഞാൻ വീണ്ടും ഈ സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായ വേദഭാഗം 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നിന്നാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യം അതാണ്. എന്താണ് നിർബന്ധം? നിർബന്ധം എന്ന് പറയുന്നത് കൽപ്പനയുടെ ഒരു നിർബന്ധമല്ല. പ്രത്യേകത എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് മീ. അതുകൊണ്ട് എനിക്ക് സുവിശേഷം അറിയിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടു, ഞാൻ യവനന്മാർക്കും ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ബർബരന്മാർക്കും എല്ലാവർക്കും ഞാൻ കടക്കാരനാകുന്നു എന്ന് കണ്ടു. എന്താണ് കടക്കാരൻ എന്ന് പറയാൻ കാര്യം? അവർക്ക് കൊടുക്കാനുള്ള ഒരു കാര്യം എന്റെ കയ്യിൽ ഉണ്ട്, ഞാനത് കടക്കാരനാണ്. അപ്പൊ ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടം വീട്ടുന്നെന്നുള്ളതേ ഉള്ളൂ. കടം വീട്ടുന്നതിന്റെ പേരിൽ ആരും അത്ര വലിയ പ്രശംസയൊന്നും പറയാനൊന്നും ഇല്ലല്ലോ. ചിലരൊക്കെ അങ്ങനെയാണ്. ചിലർ കടം വീട്ടുന്നത് തന്നെ ഔദാര്യം ചെയ്യുന്നത് പോലെയാണ്. കടം വാങ്ങിക്കാൻ നേരം ഭയങ്കര നമുക്കറിയാമല്ലോ, നമുക്കെല്ലാം ഇതൊക്കെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കടം വാങ്ങിക്കാൻ ഒരാൾ വരുമ്പോഴത്തേക്ക് എന്തോരും ഭവ്യതയും മറ്റുമായിരിക്കും അല്ലേ. ഇല്ലെങ്കിൽ മരിച്ചു പോകുന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ കടം വീട്ടേണ്ട കാര്യം വരുമ്പോൾ നമ്മൾക്ക് എന്തോ ഔദാര്യം ചെയ്യുന്ന മട്ടിലാണ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു വ്യക്തി ഒരു ആളുടെ അടുത്ത് ചെന്നിട്ട് ബാങ്കിൽ ഒരു ലോൺ എടുക്കാനായിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ബാങ്കിൽ ലോൺ എടുത്തു. പക്ഷേ ലോൺ എടുത്തിട്ട് ഇങ്ങനെ പൈസ ഒന്നും തിരിച്ചടയ്ക്കുന്നില്ല. അപ്പൊ ബാങ്കിന്റെ മാനേജർ ഈ വ്യക്തിയെ വിളിച്ചിട്ട് ചോദിച്ചു, പുള്ളി പൈസ അടയ്ക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുന്നേ? ഉടനെ ഒരു ഡിസ്കഷന് ശേഷം അവർ കുടുംബമായിട്ട് തീരുമാനിച്ചു, സാരമില്ല, നമുക്ക് ഈ ലോണ് അങ്ങ് തിരിച്ചടച്ചേക്കാം. അപ്പോൾ തിരിച്ചടച്ചേക്കാമെന്ന് വെച്ച് ആദ്യത്തെ ഗഡു അടയ്ക്കാനായിട്ട് ഇവരെ വിളിച്ചു പറഞ്ഞു, പൈസ നിങ്ങൾ കൊണ്ടുവരണ്ട, പൈസ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് കൊണ്ട് ഒന്ന് അടയ്ക്കാൻ പറഞ്ഞു. അവര് ഒരു ദിവസം വന്നു, ഈ ബാങ്കിലെ പൈസ തിരിച്ചടച്ചു. രണ്ടാമത്തെ പ്രാവശ്യം മാസം പണം അടയ്ക്കാറായപ്പോൾ വിളിച്ചു, ചേച്ചി ഇതുപോലെ പണം ഇവിടെ ഇരിപ്പുണ്ട്, കൊണ്ടുപോയി അടയ്ക്കാമോ? അത് മോനെ എനിക്ക് അത്ര സുഖമില്ല ശരീരത്തിലിപ്പം, മോൻ തന്നെ കൊണ്ടുപോയി അങ്ങ് അടച്ചേര്. എന്ന് വെച്ച് കഴിഞ്ഞാല് കടം വീട്ടാൻ നമ്മൾ പണം കൊടുക്കുമ്പോൾ പോലും അതുകൊണ്ട് ബാങ്കിലോട്ടൊന്ന് അടയ്ക്കുന്നത് പോലും എന്താണ് ഒരു വലിയ ഔദാര്യം ചെയ്യുന്നത് പോലെ ചെയ്യുന്നു. അതുകൊണ്ട് പല സമയത്തും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കടക്കാരാണെന്നുള്ള എന്ന് പറയുമ്പോഴും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടം വീട്ടുമ്പോൾ നമുക്കിങ്ങനെ ഒരു കാര്യം കാണിക്കാൻ അവകാശമുണ്ടോ? ശരിക്കും ഇല്ല. ഞാൻ ഒരാളോട് കടം വാങ്ങിച്ചിട്ട് കടം വീട്ടി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എനിക്ക് പ്രശംസിപ്പാൻ വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മളൊരാളെ സഹായിക്കുകയാണെങ്കിൽ, കടം കൊടുക്കുകയാണെങ്കിൽ പിന്നെയും വേണ്ടിയല്ല. പക്ഷേ ഈ കടം വീട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശംസിപ്പാനുണ്ടോ? ഇല്ല. ഇതുപോലെ മാത്രമേ ഉള്ളൂ ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ എന്നാണ് പോൾ ഇവിടെ പറയുന്നത്. അല്ലാതെ ഞാൻ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശംസിപ്പാനോ പുകഴുവാനോ ഞാൻ എന്തോ ഔദാര്യം ചെയ്തെന്ന് പറയാനോ ഉള്ള യാതൊരു കാര്യമില്ല. കാര്യം ഇത് എന്റെ കയ്യിൽ തന്നിരിക്കുന്നത്, ഞാൻ കടമിട്ടുന്നത് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുകയൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദി ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ, ദി മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ ആൻഡ് ദി മെസ്സേജ് ഓഫ് റിക്കൺസിലിയേഷൻ. ആക്ട് ഓഫ് റിക്കൺസിലിയേഷൻ, നിരപ്പിന്റെ പ്രവൃത്തി ചെയ്തതാരാണ്? യേശു കർത്താവാണ്. എന്നാൽ നമ്മളെ ദൈവം നിരപ്പിന്റെ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ നിരപ്പാക്കാനൊന്നും നമ്മൾക്ക് കഴിവൊന്നുമില്ല. എന്താണ് നിരപ്പിന്റെ ശുശ്രൂഷ? യേശു കർത്താവ് നിരപ്പിന്റെ പ്രവൃത്തി ചെയ്തു എന്നുള്ള മെസ്സേജ് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടതുപോലെ ഒരു പാർഡൻ നോട്ട്, നമ്മളിപ്പം ദയാഹർജി അർപ്പിക്കുന്നതായ ഒരു വ്യക്തി, അവനെ ഇല്ലെങ്കിൽ തൂക്കിക്കൊല്ലും. തൂക്കിക്കൊലയ്ക്ക് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായ വ്യക്തി പ്രസിഡന്റിനൊരു ദയാഹർജി അപേക്ഷിച്ചു. പ്രസിഡന്റ് ഒരു പാർഡൻ നോട്ട് എഴുതി അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൊടുത്തു, ഇത് കൊണ്ടുപോയി ഓഫീസിൽ അല്ലെങ്കിൽ ഇത് ഈ വ്യക്തിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ. ആ വ്യക്തിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവനാണോ ക്ഷമിക്കുന്നത്? അല്ലല്ലോ. ഇവൻ എന്തെങ്കിലും ചെലവുണ്ടോ?
ഒന്നുമില്ല. ക്ഷമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. പക്ഷേ ഇവന്റെ വരവും പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവനാണ് ക്ഷമിക്കുന്നതെന്ന് തോന്നിപ്പോവും. ഇതുപോലാണ് പലരുടെയും സുവിശേഷ വേല കണ്ടു കഴിഞ്ഞാൽ അവരേതാണ്ട് വില കൊടുത്തതുപോലെയാണ് പലപ്പോഴും ഇടപെടുന്നത്. പക്ഷെ ആരാണ് വില കൊടുത്തത്? ആരാണ്? യേശുവാണ് വില കൊടുത്തത്. ആ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു വെറുതെ ആള് കളിക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കാര്യം ഇതുപോലെ ഒരു ദയാഹർജി കൊടുത്തേച്ച് ഒരിക്കൽ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ദയാഹർജി കൊടുത്തേച്ച് പിതാവായ ദൈവത്തിന് കരുണ തോന്നിയതുകൊണ്ട് പുത്രനെ അയച്ച് എന്നെ വീണ്ടെടുത്തെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ശരിക്കും ഇതിന് വില കൊടുത്ത ആൾ ഞാനാണ്. ഇതിന്റെ വില കൊടുക്കേണ്ടയാള്, അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ വില, ഞാൻ കൊടുത്ത വിലയല്ല. എന്താണ് ശരിക്കും ആരാണ് വില കൊടുത്തിരിക്കുന്നത്? യേശു കർത്താവാണ് വില കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമുക്കിതിനകത്ത് പുകഴാനായിട്ട് യാതൊരു കാര്യവുമില്ല. ഫോർ ഇഫ് ഐ പ്രീച്ച് ദ ഗോസ്പൽ ഐ ഹാവ് നോ ഗ്രൗണ്ട് ഫോർ ബോസ്റ്റിംഗ്. പ്രശംസിപ്പാനൊന്നുമില്ല. ചിലപ്പോൾ സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾ തന്നെ പ്രശംസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട്. അതായത് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ തന്നെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. ഞാനിവിടെ പ്രസംഗിക്കുന്നതായ കാര്യത്തിൽ നിന്ന്, ഇവിടെ നിന്ന് എല്ലാവരെയും ജോലി രാജിവെപ്പിച്ച് സുവിശേഷ വേലയ്ക്ക് കൊണ്ടുപോകാനൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരും സുവിശേഷകരായിരിക്കണം. അതാണ് വേദപുസ്തകത്തിന്റെ കാര്യം. അതായത് നമ്മൾ എല്ലാവരും സാക്ഷികളാകുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ഒരാൾ ജോലി രാജിവെക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടാൽ ജോലി രാജിവെക്കുക, അല്ലെങ്കിൽ വേണ്ട. അതല്ല. അതായത് ഇന്ന് സുവിശേഷീകരണത്തിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച, സുവിശേഷീകരണം എന്ന് പറയുന്നത് ചില പ്രത്യേക വ്യക്തികൾ, അതിനായി വിളിക്കപ്പെട്ടവരായ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് സുവിശേഷ വേല നടക്കാത്തത്. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ മറക്കരുത്. ദ ഫ്യൂച്ചർ ഓഫ് ഇവാഞ്ചലിസം ഈസ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലർജി, ഇറ്റ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ. സുവിശേഷീകരണത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഈ ക്ലർജിയുടെയോ പ്രത്യേകം വിളിക്കപ്പെട്ട ആളുകളുടെയോ ക്രൂസൈഡ് പ്രീച്ചേഴ്സിന്റെയോ ഒന്നും കയ്യിലല്ല, ഈ ടി വി ഇവാഞ്ചലിസ്റ്റുകളുടെ കയ്യിലല്ല. സുവിശേഷീകരണം അതിന്റെ ഭാവി എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും കയ്യിലാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് സുവിശേഷീകരണത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന മിഷണറീസും പ്രശംസിക്കാൻ പാടില്ല, അല്ലാത്തവരും പ്രശംസിക്കാൻ പാടില്ല. ഇത് പ്രശംസിപ്പാനുള്ളൊരു കാര്യമല്ല. മിഷണറിമാരെ പ്രശംസിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവം ഒരു അവസരം തന്നതല്ലേ നമുക്ക് അവന്റെ സാക്ഷിയാകുവാൻ തക്കവണ്ണം. നമ്മൾ ആദ്യത്തെ ദിവസം കേട്ടതുപോലെ ദൂതന്മാര് പറഞ്ഞതാ ഞങ്ങൾ പോയി സുവിശേഷം അറിയിച്ചോളാമെന്ന്. കർത്താവ് പറഞ്ഞു വേണ്ട, വീണ്ടെടുക്കപ്പെട്ടവർ മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ദൂതന്മാരെ വീണ്ടെടുക്കാനല്ല യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയാണ് വന്നത്? നമ്മളെ, മനുഷ്യരായ പാപികളായ നമ്മളെ, അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ എന്ത് പറയാനുള്ള അവകാശമുള്ളൂ? വീണ്ടെടുപ്പിന്റെ സുവിശേഷം അറിയിക്കുവാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇത് വീണ് കിട്ടിയ അവസരമാണ്. ദൂതന്മാരായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന്, ദൂതന്മാർ വേണ്ട, ഇവിടുത്തെ ഇവന്റ് മാനേജേഴ്സിനെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാൾ എത്രയോ പെട്ടെന്ന് സുവിശേഷം അറിയിച്ചേനെ. ചില ആളുകൾ പറയാറുണ്ട്, സുവിശേഷം അറിയിക്കാൻ ദൈവം കൊക്കക്കോളക്കാരനെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവൻ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ലോകം മുഴുവൻ സുവിശേഷം ഏൽപ്പിച്ചേനെ. അത്ര പോലും ഒരു ഉൾബോധ്യം നമുക്കില്ലാതായി പോയിരിക്കുന്നല്ലോ. ഒരു കൊക്കക്കോളക്കാരൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ആൾ, അയാൾക്ക് കിട്ടുന്ന ചില്ലറ പൈസയ്ക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ലോകം മുഴുവൻ ബ്രാൻഡ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് എന്തുകൊണ്ട് യേശു ഒരു ബ്രാൻഡ് ആക്കാൻ, യേശുവിനെ, ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ വേണം എടുക്കാൻ, ഒരിക്കലും നിങ്ങൾ വാക്കുകൾ എടുക്കരുത്. ഇന്ന് കൊക്കക്കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് മൂലയിലും കോണിലും ചെന്നാലും കൊക്കക്കോളയെ ആളുകൾക്കറിയാം, പക്ഷെ യേശുവിനെ അറിയത്തില്ല. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് 2000 വർഷം, കൊക്കക്കോള 2000 വർഷം കൊണ്ടൊന്നുമല്ല അത് നേടിയെടുത്തത്. 2000 വർഷം നമ്മൾ യേശുവിന്റെ പ്രചാരകരായിട്ട് ഇന്നും യേശുവിനെ നിങ്ങളുടെ അയൽവക്കത്ത് പോലും അറിയാൻ വയ്യാത്ത സ്റ്റേജുണ്ട്. അതൊരു ഒരു കഷ്ടമായ കാര്യമാണ്. എന്നിട്ട് നമ്മൾ എന്താണ് പ്രശംസിക്കുന്നത്? ഈ കൊക്കക്കോളക്കാരന്റെ, പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന കൊക്കക്കോളക്കാരന്റെ അത്രയെങ്കിലും ആത്മാർത്ഥത യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് തന്നെ നമ്മുടെ നാടും വീടും രാജ്യവും സുവിശേഷീകരിക്കപ്പെട്ടേനെ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നത് പണം കിട്ടാൻ വേണ്ടിയല്ല, പണം ഓർത്തല്ല, പക്ഷെ നമുക്ക് വേണ്ടി നമ്മളെ വീണ്ടെടുത്തവനായ, അതിനുവേണ്ടി രക്തമൊഴുക്കി കൊടുത്തവനായ യേശു കർത്താവിന്റെ രക്തമാണ് നമ്മളെ ഇത്രയും വ്യാപകമായ നിലയിൽ, ഇത്രയും നമ്മളെ അതിനുവേണ്ടി, അതാണ് നമ്മളുടെ പ്രേരണാശക്തി എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ
നിർബന്ധിക്കുന്നു. അവൻ തന്റെ സ്നേഹത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് പകരമായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചു. വേറെ ഒന്നും എനിക്ക് വിഷയമല്ല. ഇതിനകത്ത് പ്രയോജനമോ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിന് അവൻ എനിക്ക് നൽകിയ ഒരു അവസരമെന്ന് മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനൊരു പരാജയമായിരുന്നപ്പോഴും അവൻ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്, അല്ലേ? ഞാൻ വിജയിയായിരുന്നപ്പോഴല്ല തെരഞ്ഞെടുത്തു. നമുക്ക് ബാക്കിയുള്ള ഏത് ജോലിക്കും ആളുകൾ എന്ത് ചോദിക്കും? നമ്മളുടെ വിജയകഥകളെല്ലാം ചോദിച്ചിട്ടാണ് അവനെ എടുത്താൽ കൊള്ളാമെന്ന്. പക്ഷെ നമ്മളെ എന്തോ വിജയകഥയും കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. നമ്മുടെ പരാജയത്തിന്റെ കഥകളല്ലാതെ വല്ലതും നമുക്ക് യേശുവിന്റെ അടുത്ത് പറയാനുണ്ടായിരുന്നു. എന്നിട്ടും കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്യുക? എന്റെ സാക്ഷിയാവുക എന്ന് പറഞ്ഞു. അവന്റെ സാക്ഷിയാകാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരം വേറെ ഒന്നുമില്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രശംസിപ്പാനായിട്ട് ഒന്നുമില്ല. ഞാൻ എത്ര കഷ്ടം സഹിക്കേണ്ടി വന്നാലും അതിനകത്തൊന്നുമില്ല. ഞാൻ ഇന്നലെ പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദിസ് മിനിസ്ട്രി ഈസ് എൻട്രസ്റ്റഡ് അപ്പോൺ മീ. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് പകരം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി നിന്നുകൊണ്ട് നിങ്ങളോട് ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് അഭ്യർത്ഥിക്കുന്നു. വി അപ്പീൽ, അപേക്ഷിക്കുന്നു എന്നല്ല, അഭ്യർത്ഥിക്കുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് അൻ അപ്പീൽ. അത് ചെയ്തേ പറ്റുള്ളൂ, അത് ചെയ്യണം എന്ന് ഞങ്ങൾ മനുഷ്യനെ പേഴ്സ്യൂ ചെയ്യുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ദ ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിനത്ത് മീ. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതിനിടയ്ക്ക് എനിക്ക് ഒരു പക്ഷേ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം, കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം, നഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ ജീവൻ അപകടത്തിലായേക്കാം. ആയിക്കോട്ടെ, അതെനിക്ക് ലഭിക്കുന്ന ഒരു വലിയ പദവിയായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ സഹിക്കുന്ന യാതൊരു കാര്യങ്ങളും ഒരു കാര്യങ്ങളും അതിനെ ബോസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. പലപ്പോഴും സുവിശേഷകരൊക്കെ ബോസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. അവർ സഹിക്കുന്ന ചൂട്, അവർ സഹിക്കുന്ന തണുപ്പ്, അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നു. ഞങ്ങൾ അതിലെ കൂടെ മറ്റുള്ളവർ സഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ സഹിക്കുന്നില്ല താനും. ഞാനൊരു ബ്രോഷർ ഒരിക്കൽ കണ്ടപ്പോഴത്തേക്ക് പുറം രാജ്യങ്ങളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു ബ്രോഷറാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു ഫാമിലി പ്രൊഡ്യൂസ് ചെയ്തൊരു ബ്രോഷർ. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ താമസിക്കാൻ ചെന്നപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ആ വീട്ടിലേക്ക് കയറി പോകണമെങ്കിൽ പശുവിന്റെ തൊഴുത്തിലൂടെ വേണം കയറി പോകാൻ. ഇവിടെ വടക്കേ ഇന്ത്യയിലെ എല്ലാ വീടിന്റെയും കാശുള്ളവന്റെ എല്ലാം വീടിന്റെ മുമ്പിൽ എന്തോ ഉണ്ട്? ഒരു തൊഴുത്തുണ്ട്. അവർ മാത്രമാണോ തൊഴുത്തിലൂടെ കയറി പോകുന്നത്? എല്ലാവരും തൊഴുത്തിലൂടെ കയറി പോകുന്നത്. കാര്യം അതവരൊരു ഐശ്വര്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെയായിരുന്നു, ഇല്ലേ? ഞാനൊരു തറവാട് വീട്ടിലാണ് ജനിച്ചത്. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിക്കായിരുന്നു തൊഴുത്ത്, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് നടുമുറ്റത്തേക്ക് കയറി, അങ്ങനെയായിരുന്നു നമ്മളുടെ വീട്. അങ്ങനത്തെ ഒരു വീടാണ്. ഞാൻ 150 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ വീടിന്റെ പശ്ചാത്തലം നോക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളിതെല്ലാം മാറ്റി അന്നത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നതാണ്. അതാണ് ഒരു വലിയ കാര്യമായിട്ട് ചിന്തിച്ചിരിക്കുന്നത്. ആളുകൾ കാണുമ്പോൾ വലിയ ഒരു തൊഴുത്ത് മുന്നിൽ കാണും. ഇന്ന് അത്രയും ആ തൊഴുത്തുണ്ടെങ്കിൽ ഒരു വീട് താമസിക്കാനുള്ള വീടിനുള്ള അത്രയും വലിപ്പമുള്ള ഒരു തൊഴുത്ത്, അതിന് വലിയ സൈഡിൽ മുറികളും പശുവിന് വേണ്ടി ഇതൊക്കെ ഇടാനുള്ള മുറികളും എല്ലാം ഉള്ള ഒരു തൊഴുത്ത്. അത് ഒരു പ്രൗഢിയായിട്ടാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്, അല്ലേ? ഒരു കുടുംബത്തിന്റെ പ്രൗഢിയായിട്ടാണ് ചിന്തിച്ചിരുന്നത്. അതിനകത്ത് എന്താ അത്ഭുതം? ഞാൻ പശുവിന്റെ തൊഴുത്തിലൂടെയാണ് അകത്തേക്ക് കടന്നുപോയത്. അങ്ങനെ എല്ലാവരും കടന്നു പോകുന്നത്. ഇതെന്തിനാ ഈ പറയുന്നത്? കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങളുടെ കണക്ക് പറയാന്ന് പറയുന്നുണ്ടല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങളെ അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സി ടി സ്റ്റഡ് പറഞ്ഞ വാചകം ഞാൻ ചില കാര്യങ്ങൾ പിന്നെയും പറയുന്നത് എന്റെ ഹൃദയത്തൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സി ടി സ്റ്റഡ് ആഫ്രിക്കയിൽ സുവിശേഷ വേല ചെയ്ത ആളാണ്, ചൈനയിൽ സുവിശേഷ വേല ചെയ്ത ആളാണ്. അദ്ദേഹം സഹിച്ചതിന്റെ 1000-1 ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റും സഹിച്ചിട്ടില്ല. എനിക്ക് 100% ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും മറ്റുള്ള കാര്യങ്ങളും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സി ടി സ്റ്റഡ് ത്യജിച്ചതുപോലെ, നടത്തിയ ത്യാഗം പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റും ത്യാഗം നടത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാവരും പറയും, ചാൾസ്, യു ആർ മേക്കിംഗ് എ ബിഗ് സാക്രിഫൈസ്. ശരിയാണ്, പുറത്ത് നമ്മൾ നോക്കുമ്പോൾ വലിയ സാക്രിഫൈസാ. 100-ലേറെ മുറികളുള്ള ഒരു വീട്ടിൽ ജനിച്ച മനുഷ്യൻ ചൈനയിൽ പോയി ഭാര്യയും ഭർത്താവും കൂടെ താമസിച്ച് ഭാര്യ പാരലൈസ്ഡ് ആയിപ്പോയി. ടോട്ടലി ഇൻവാലിഡ് ആയ ഭാര്യയെ ഇംഗ്ലണ്ടിൽ ഉപേക്ഷിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ താമസിപ്പിച്ചിട്ട് അദ്ദേഹം ആഫ്രിക്കയിൽ പോയി 18 വർഷം ഒരു കുടിലിൽ താമസിച്ചു. ഈസ് ഇറ്റ് എ സാക്രിഫൈസ്? സർട്ടൻലി ഇറ്റ്സ് എ സാക്രിഫൈസ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കും, അദ്ദേഹം പറയുന്നത്, when I look at the cross, anything and everything I do for him is not a sacrifice at all. ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല. അതുകൊണ്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കൊടുത്തതിന്റെ പേരിൽ പ്രശംസിക്കും. ചില ആളുകളുണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തയച്ച് പ്രശംസിക്കുന്നവരായ ആളുകൾ, അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്,
ഈ ചിലരുടെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഇവാഞ്ചലിസ്റ്റിന് 10,000, 2,000, 3,000 കൊടുത്തേച്ച് പറയും എനിക്കുണ്ട് ഒറീസായി 2 വേലക്കാരെന്ന്. അല്ല, വീട്ടുവേലക്കാരാണ്. എന്തോ ഇത് പ്രശംസിക്കുകയാണ്. എനിക്കുണ്ട് ഒറീസായി 2 വേലക്കാര്. മാസത്തിൽ 10,000-3,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3,000 രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ 3,000 കൊണ്ടുവരും, നിങ്ങൾ എന്ത് ചെയ്യും? 3,000 തന്നെ കൊടുക്കണമെന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രശംസിക്കാൻ തുടങ്ങിയാൽ എന്തൊരു കഷ്ടമാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, എത്ര കൊടുത്തു എന്നുള്ളതല്ല, എത്ര ബാക്കിയുണ്ടെന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര കൊടുത്തു എന്നുള്ളതല്ല, എത്ര ബാക്കിയുണ്ടെന്നുള്ളതാണ് കർത്താവ് എപ്പോഴും നോക്കുന്നത്. കർത്താവ് എല്ലാവരും സ്തോത്രകാഴ്ച ഇടുന്നത് കണ്ടോണ്ട് ഇടുന്നു. ഓരോരുത്തരും വന്ന് വലിയ കാഹളം മൂതിച്ച് ഒത്തിരി പണമെല്ലാം ഇട്ടു, അല്ലേ? ഒരു പക്ഷേ അതിനകത്ത് ഒരു സ്ത്രീ, ഒരു വിധവയായ സ്ത്രീ വന്ന് എത്ര ഇട്ടു? 2 വെള്ളിക്കാശിട്ടു. കർത്താവ് പറഞ്ഞു, ഇവളാണ് എല്ലാവരിലും അധികം ഇട്ടത്. 2 വെള്ളിക്കാശിന് പകരം 2,000 വെള്ളിക്കാശിട്ടവരവിടെ ഉണ്ട്. പക്ഷെ 2,000 വെള്ളിക്കാശ് അവൻ ഇടുമ്പോൾ 2,00,000 വെള്ളിക്കാശ് അവന് ബാക്കി വീട്ടിലുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കൊടുപ്പ്. 2,000 വെള്ളിക്കാശ് പള്ളിയിലിടുമ്പോൾ 2,00,000 വെള്ളിക്കാശ് എവിടെ ഇരിപ്പുണ്ട്? വീട്ടിൽ, അല്ലെങ്കിൽ ബാങ്കിൽ സ്റ്റോക്ക് ഉണ്ട്. കർത്താവ് പറഞ്ഞു, നീ കൊടുത്തില്ല. 2 വെള്ളിക്കാശിട്ട വിധവ ഏറ്റവും കൂടുതൽ കൊടുത്തു. എന്തുകൊണ്ട്? അവൾക്ക് ബാക്കിയൊന്നുമില്ലായിരുന്നു. അവൾ ഉള്ളത് മുഴുവൻ കൊടുത്തല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഒരിക്കലും നമ്മൾ എത്ര കൊടുക്കുന്നു എന്നല്ല നോക്കുന്നത്, എത്ര ബാക്കിയുണ്ടെന്നാണ് നോക്കുന്നത്. ഈ സത്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രശംസിപ്പാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് കാണാം. என் காந்தனீவன் தன்னே சங்கையில்லகோ நிர்ணயம். என் காந்தனீவன் தன்னே சங்கையில்லகோ நிர்ணயம். சிங்காதிரவன் போல் കതിരൻ പാവക്കറകൾ തീരുവാനായൊഴിച്ച രുധിരൻ ആനോദപിക്കും നേരം പാപികൾക്കേറ്റം മധുരൻ പാരിഷയർക്കു നേരുത്തരം കൊടുത്ത ചതുരൻ കാണാതെ പോയുള്ള ആടുകൾ തേടി നടന്ന കാലുകൾ നിർണയം.
പുതുനാമം തന്നാലെനിക്കു മന്നവൻ, മണ്ണിൽ മനുവായി വന്നവൻ, വാനലോകത്തേഴുന്നവൻ, എനിക്കു കാഴ്ച തന്നവൻ. ഇതാ കാണുന്നു എൻ കാന്തനീവൻ തന്നെ, ശങ്ക ഇല്ലഹോ നിർണയം. തന്നൂടെ രൂപം ലബാനോനെ ദേവദാരുക്കൾ എന്ന പോലെ ശ്രേഷ്ഠവുമാണ്. വായുമധുരം നിന്നു വേണ്ട തങ്ങളെല്ലാമേ, ഓമനം തന്നെ തന്നൂടെ വാക്കെനിക്കു തേനെ.